ആ കയറിയ അതെ. അച്ഛൻ വന്നില്ലേ? ഇല്ല, അച്ഛൻ വന്നില്ല. അച്ഛന് ജോലിയുണ്ട്. മോള് അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ കാര്യങ്ങളൊക്കെ അറിയാം. മോനും മോളെ അറിയാമോ? നിങ്ങൾ തമ്മിൽ ഞങ്ങൾ വന്ന് 3 വർഷത്തെ റിലേഷൻ. കൂടെ ജോലി ചെയ്യുന്നതാണ്? അതെ. മോളിങ്ങനെ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. പിന്നെ അച്ഛനോട് ഞാൻ പറഞ്ഞായിരുന്നോ കാര്യങ്ങൾ? അച്ഛനോടെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞായിരുന്നു. പിന്നെ കാര്യങ്ങൾ എളുപ്പമായല്ലോ. ബാക്കി കാര്യങ്ങൾ നമ്മൾ മുമ്പോട്ട് പോയാൽ മതിയല്ലോ. അതെ. ആ പയ്യൻ എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല പയ്യൻ തന്നെ. അവള് സെലക്ട് ചെയ്തല്ലേ, പിന്നെ ഇപ്പൊ എന്താ പ്രശ്നം? പിന്നെ എന്നിട്ട് എന്താ മുഖത്തൊരു സന്തോഷം വരാത്തത്? സ്വർണം കൊടുക്കണ കാര്യം എന്ത് പറഞ്ഞാലും സ്വർണ്ണേ ഉള്ള ഇപ്പടി ഇട്ട് കൊടുത്തില്ലെങ്കിൽ നാട്ടുകാർ എന്ത് പറയും? എന്ത് പറഞ്ഞാലും നാട്ടുകാർ. ഇന്നലെ മുതലേ നീ പറയുന്ന വീട് ലോൺ എടുത്ത് സ്വർണം കൊടുക്കണമെന്ന്. എന്തിനാ മോൾക്ക് ഇപ്പൊ സ്വർണം കൊടുക്കുന്നത്? ഞാൻ അവളെ ആട്ടുപാടിയും കൂലിപ്പണിയും എടുത്ത് അവർക്ക് മാന്യമായ വിദ്യാഭ്യാസം കൊടുത്ത് അവർക്കൊരു ജോലിയുണ്ട്. വന്ന പയ്യനും അവന്റെ അച്ഛനും ഒന്നും സ്വർണം കേൾക്കുന്നുമില്ല. പിന്നെ ഇപ്പൊ എന്താ പ്രശ്നം? ആ കുട്ടി അയച്ചു കഴിയുമ്പോൾ ഇനി ആകെയുള്ള ഒരു വീടാണ്. എനിക്ക് വയസ്സുകാലത്ത് ആരെങ്കിലും എനിക്ക് വിശക്കണം എന്ന് പറഞ്ഞാൽ ആഹാരം വാങ്ങിച്ചു തരും. ആരും എന്നെ ഒരു വീട്ടിൽ കയറ്റി കിടത്തൂല. അതുകൊണ്ട് ഒരു കാരണവശാലും തർക്കിക്കണ്ട, വഴക്കുണ്ടാക്കണ്ട. ഈ വീട് പണയം വെച്ചോ ലോൺ എടുത്തോ ഞാൻ എന്റെ മോൾക്ക് സ്വർണം കൊടുക്കില്ല. ഇനി അതിനെപ്പറ്റി ഒരു വഴക്കുണ്ടാക്കാനാണെങ്കിൽ അവർ തമ്മിൽ എവിടെയെങ്കിലും ചെന്ന് രജിസ്റ്റർ ആകാൻ കഴിച്ച് പോകത്തേ ഉള്ളൂ. അല്ലെങ്കിൽ മാന്യമായി ഞാൻ കല്യാണം നടത്തി കൊടുക്കും. മറ്റുള്ള അച്ഛന്മാരെ പോലെ ഞാൻ കല്യാണം നടത്തി കൊടുക്കില്ലെന്നൊന്നും പറയുന്നില്ലല്ലോ. എനിക്ക് അതേ പറ്റൂ. നേരെ ചവയിൽ നിന്ന് സഹകരിക്കുക, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക.